ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. മോർണിംഗ് റൊട്ടീനും അതുപോലെ തന്നെ ഈവനിങ് വ്ളോഗും ഒക്കെ ഒരുമിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് കുറേ നാളായില്ലേ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേദിവസം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ദേ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണാകുമ്പോഴേക്കൊക്കെ എല്ലാവരുടെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. എൻ്റെ ക്ലീനിങ് വീഡിയോ ഞാൻ ഓണത്തിൻ്റേതായത് ഇട്ടിട്ടില്ല. അതിന് മുന്നേ കുറച്ച് മുന്നേ തന്നെ ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇന്നൊന്നും എന്തിനാ ക്ലീനിങ് വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ തുണികൾ ഡെയിലി അലക്കുക. ഓണത്തിന് നാളെ എന്ന് വിചാരിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഓണം സെലിബ്രേഷനൊക്കെ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ നല്ല ഡ്രസ്സും വീട്ടിലുള്ള ഡ്രസ്സും ഒക്കെ അവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വൃത്തികേടാവും. പിന്നെ ഒറ്റയടിക്ക് അലക്കി ഭയങ്കരമായിട്ട് ആ നേരത്ത് മഴയും പെയ്താൽ പെട്ടു. ആകെ തുണികളുടെ അലങ്കോലായി. പാത്രങ്ങൾ പിന്നെ നമ്മൾ അങ്ങനെ വെക്കില്ലല്ലോ, ഒരു പരിധിക്ക് അപ്പുറം ഒരിക്കലും പാത്രങ്ങൾ കൂട്ടി വെക്കില്ല. പക്ഷേ തുണികൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും. അപ്പോൾ ഒരു വിശേഷം വന്നേറ്റ് മുന്നേ തുണികൾ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും തിരക്കാണ് കൂടുതൽ വരിക. അപ്പോൾ അത് കാരണം തുണികൾ വേഗം കഴുകി ഉണക്കാന്നാന്ന് തന്നാന്ന് തന്നെ കേട്ടോ. അപ്പോൾ തന്നെ കുറേ വീട് വൃത്തിയാവും. നമുക്ക് ഓണത്തിന് അങ്ങനെ വലിയ ഒരു പണി എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല. പിന്നെ തലേദിവസം ഞാനിപ്പോൾ ഈ ചെയ്ത മാതിരി പുളിഞ്ചിയും അച്ചാറും മോരും ഒക്കെ വയ്ക്കുക. അതുപോലെ തന്നെ പായസം വെച്ച് വയ്ക്കുക കേട്ടോ. തലേദിവസം വൈകുന്നേരം കിടക്കണായിട്ട് തൊട്ട് മുന്നായിട്ട് പായസമൊക്കെ വെച്ച് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് പിന്നെ പിറ്റേ ദിവസം ഒരു സാമ്പാറും വേണമെങ്കിൽ നമുക്ക് പരിപ്പൊക്കെ വേവിച്ചിടാം. സാമ്പാർ, അവിയലോ, ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പിന്നെ പച്ചടി കിച്ചടിയൊക്കെ വെക്കണവർക്ക് അത് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് നാളേരം തൈരൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ വേഗം ചെയ്യാമല്ലോ. ഈ കോളിഫ്ലവറിൻ്റെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നുണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് കൂട്ടുകാരോട് പറയാം. നല്ല കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ഇതേപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. അപ്പം ഞാനത് വെച്ച് വേഗം ആവുമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് മുളക് പൊടിയും കുറച്ചൊരു മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ കോളിഫ്ലവർ വേവാനൊരു ഇത്തിരി സമയം പിടിച്ചു. അപ്പം ഞാനിത് മൂപ്പിച്ചിട്ട് തീ അവിടെ ഓഫ് ചെയ്തിട്ടു കേട്ടോ. അടുത്ത കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ ചായക്കുട്ടൻ തിളച്ചതാ പൊന്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുമ്പളങ്ങിയും ചെമ്മീനും ആണ് വെക്കേണ്ടത്. അപ്പോൾ കുമ്പളങ്ങി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയിട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. കുക്കറിൽ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. ഇത് പിന്നെ നല്ല കനം കുറച്ച് ഞാൻ അരിഞ്ഞേക്കുന്നത്, അത് കാരണം കൊണ്ട് അധികം സമയം വേണ്ട. ഇതൊക്കെ ഒന്ന് മൂത്ത് പിന്നെ അത് ഓഫ് ചെയ്തിടുന്ന നേരം കൊണ്ട് ഞാനൊന്നും പൂക്കളം ഇടാൻ പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. മിക്കവാറും ചേട്ടൻ പൂവ് പൊട്ടിച്ചു കൊടുക്കും, അമ്മ പൂക്കളിടും. എന്നും അങ്ങനെ തന്നെയാണ്. മിക്ക ദിവസം പൂക്കൾ അങ്ങനെ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. പക്ഷെ ഓണത്തിന് അങ്ങനെ ഉത്രാടത്തിനോ അല്ലെങ്കിൽ തിരുവോണത്തിനോ ഇതാണ് രണ്ടും പ്ലസ് ആയതാണ് കേട്ടോ. അവിടെ വാങ്ങിക്കണം എന്നുണ്ട്. പറ്റുമോ? പൂവിന് ഭയങ്കര വിലയാണ്. ആകെ സെണ്ടുമല്ലി 2 കളറ് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഉണ്ടമല്ലി കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ വെള്ളപ്പൂവൊന്നും തരണേ ഇല്ല അവർ വാങ്ങിക്കുന്നത്. ഓഫീസിലെന്നും വാങ്ങിച്ചിട്ട് പൂക്കളിടും കേട്ടോ. അപ്പോൾ ഭയങ്കര റേറ്റാണ് ഈ പ്രാവശ്യത്തെ പൂക്കൾക്ക്. എന്തായാലും പോട്ടെ, നമുക്ക് പറ്റിങ്ങി ഓണത്തിനെടുക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ പൂ പൊട്ടിക്കണതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അമ്മ ചായ എടുത്ത് പോണ്. ഞാൻ പിന്നെ അടുക്കളയിൽ നിൽക്കണ നേരം കൊണ്ട് അമ്മ അവിടെ പൂക്കളിട്ടു. ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് ഷോ ഇറക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. ഞാൻ വേഗം കറി ചേട്ടന് പോകുമ്പോഴേക്കും വേഗം ആവണ്ടേ, കൂട്ടുകാർക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മസാല ബോക്സ് ഒന്നും നിറഞ്ഞിട്ടുണ്ടായില്ല, കഴുകി വെച്ചിട്ടായിരുന്നു. അതൊക്കെ നിറച്ചു അതിനിടയ്ക്ക്. പിന്നെ നമ്മുടെ ചെമ്മീനും ഇതിലേക്കുള്ള നാളികേരം അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരം, ഇത്തിരി മല്ലിപ്പൊടി ഇട്ടു, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളെ കറിയിൽ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീനെ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം കൊണ്ട് ഫുള്ളും നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുത്തു കേട്ടോ. ചേട്ടൻ അപ്പോഴേക്കും വന്നും കണ്ടത് ചായ പകർത്തി. അപ്പം ഞാൻ പിന്നെ പോയി ഇരുന്ന് കുടിക്കാനുള്ള ടൈമൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് ആ പാചകത്തിൻ്റെ ഇടയിൽ തന്നെ ചായ കുടിക്കാണ്ട് ഉണ്ടായത് കേട്ടോ. പെട്ടെന്ന് ചുവപ്പ് കളറായില്ല, അത് പെട്ടെന്ന് സാച്ചുറേഷൻ കൂടി പോയത്, പിന്നെ കുറയ്ക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ കോൽപ്പുളിയാണ് കേട്ടോ അതിൽ പിഴിഞ്ഞ് വയ്ക്കുക. അല്ലെങ്കിൽ കോൽപ്പുളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇരുമ്പുളി വാങ്ങിയൊന്നും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ വെച്ചാൽ പിന്നെ കുമ്പളങ്ങി ഇടാണ്ടിരിക്കാവും നല്ലത്. അപ്പോൾ അത് കാരണം കൊണ്ട് പുളി പിഴിഞ്ഞ് വെച്ചു. പിന്നെ നാളികേരം അരച്ചത് ചേർത്തു. പിന്നെ മൂടി വെച്ചൊന്ന് തിളപ്പിക്കേ വേണ്ടു കേട്ടോ. വലിയ പണിയൊന്നും ഇനിയില്ല. അപ്പോഴേക്കും കോളിഫ്ലവർ അവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച്. അതിനൊന്ന് മുളക് അപ്പുറത്തിരിക്കണമെന്നില്ലേ മൂപ്പിച്ചിട്ട് ഇതിനൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിന് പ്രാണിയും കണ്ണിക്കണ്ടതൊക്കെ ഉണ്ടാവും കേട്ടോ. വെജിറ്റബിൾ നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ കൂടി
ഈ പറഞ്ഞ മാതിരി പ്രാണിയും പുഴുവൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഒരു 3-4 പ്രാവശ്യം ഒന്നും കൂടി കഴുകി ഒരു സമാധാനത്തിന് പിന്നെ ഞാനിതിലേക്ക് ഇട്ടും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെന്തൂന്ന് കണ്ടപ്പോൾ പിന്നെ തുറന്നിട്ട് കേട്ടോ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. ചേട്ടന് പിന്നെ കോളിഫ്ലവർ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുമ്മയ്ക്ക് വല്ലാണ്ട് പോയില്ല, അവിടെ ഇട്ടു. പിന്നെ വേഗം ഉള്ളി അരിഞ്ഞ് കാച്ചാനായിട്ട് വെച്ചു കേട്ടോ. നമ്മുടെ ചെമ്മീനും കുമ്പളങ്ങയും കൂടി, ചെമ്മീനും വെള്ളരിക്കുക അല്ലെങ്കിൽ കുമ്പളങ്ങിയോ പടവലങ്ങിയോ ഒക്കെ വയ്ക്കാം നമുക്ക്. ഇന്ന് ഞാൻ കുമ്പളങ്ങയാണ് വെച്ചത്. പിന്നെ ഞാൻ വേഗം ഉള്ളി അരിഞ്ഞ് കാച്ചെടുത്തു. നന്നായി ഒന്ന് തിളയ്ക്ക് വേണ്ട, ഓവറായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളികേരം പിരിയണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു കറിക്ക്. ഇത് ഉഷാറ് പോരായി ഉണ്ടാ എൻ്റെ ശബ്ദത്തിന് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ഇട്ടോളം. അങ്ങനെ അത് കാച്ചി ഒഴിച്ച് അവിടെ വെച്ചു. പിന്നെ ഞാനിത് ഷോ ഇറക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ, പൂവൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്. അമ്മ പൂക്കളറുന്നത് ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ വേഗം, ഞാനിവിടെ പണിയുടെ തിരക്കിലായിരുന്നു നേരത്തെ, വേഗം പോയി പൂക്കളെടുത്തു. ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഇഷ്ടമില്ലാണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഒളിച്ചു പോയി ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എടുക്കണ്ട, അല്ല പിന്നെ ഞാൻ ഉള്ള ഷോ കാണിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് മൊരിയണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരിത്തിരി മസാലപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് വെച്ചു. ചിലവർക്ക് നാരങ്ങ പുളിയൊന്നും ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ തക്കാളി ചേർത്താലും മതി. അപ്പോൾ പിന്നെ ഒന്നുകൂടി കുഴയുക ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തു. എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കോളിഫ്ലവർ. അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല കോളിഫ്ലവർ എനിക്ക്, പക്ഷെ ഇന്ന് എനിക്കിഷ്ടമായി. അപ്പോഴേക്കും ചേട്ടന് പോകണ നേരമായിട്ടാണ്. അപ്പം ഞാൻ പിന്നെ വേഗം ചോറ് പറത്താൻ നിന്നു. ചേട്ടന് കോളിഫ്ലവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചാറ് കറിയും പിന്നെ പുളിഞ്ചിയും അച്ചാറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളായില്ലോ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ചേട്ടൻ പോകുമ്പോഴേക്കും എനിക്ക് പോകേണ്ട നേരവും. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിരുന്ന് പിന്നെ തംബ്നെയിലും ഫോട്ടോ എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വന്നിരുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു, വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു പോന്നു. നല്ല ഓണ വെയിൽ പോലെയാണ് കേട്ടോ ഇന്ന്, നല്ല തെളിച്ചുണ്ട്. എന്തായാലും നമ്മുടെ ഓണം കഴിയുന്നവരെ ഇങ്ങനെ നിൽക്കട്ടെ. ഇരുമ്പുളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രീകുട്ടനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാണ്. ശ്രീകുട്ടന് വെക്കേഷൻ ആയ പോലെയാണ്. ഞാൻ മുഖത്ത് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രീകുട്ടൻ്റെ അടുത്ത് കിട്ടാം. അങ്ങനെ ശ്രീകുട്ടൻ്റെ ബസ് സ്റ്റോപ്പിലാക്കി ഞാനങ്ങനെ ജോലിക്ക് പോയി. ഇപ്പം ഈ ഫോണായപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അപ്പോൾ ആ ഭംഗി കണ്ടപ്പോൾ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ബസ്സിലിരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ വൈകുന്നേരം വന്നപ്പോൾ ബഹളാണ്. ആദ്യത്തിന് ഓണാഘോഷത്തിന് ജുബ്ബ തയ്ച്ചു. അവനധികം സൈസ് ഇല്ലല്ലോ, അവ സ്മോള് പറഞ്ഞു. പക്ഷേ ഇവന് സ്മോളൊന്നും പറ്റില്ല. സ്മോളിനേക്കാളും ചെറിയ സൈസ് ഇല്ല എന്നായിരുന്നു ഇവൻ്റെ വിചാരം. എക്സസ് എസ്സോ അങ്ങനെയൊക്കെ 1-2 കൂടി 2 കൂടി താഴത്തേക്ക് ഉണ്ട്. പക്ഷേ ഇവനത് അറിയണ്ടായിരുന്നില്ല. സ്മോള് പറഞ്ഞിട്ടും കുറച്ചും കൂടി ശ്രീകുട്ടന് ഇപ്പോൾ ജുബ്ബയൊക്കെ സ്മോളിലാണ് ഇത്ര വരുന്നത്. ശ്രീകുട്ടൻ നല്ല പാകമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് കൊടുത്തു. മിഷൻ ഇത്രയും ദിവസം ശരിയാവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫീസിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ചിലപ്പോൾ അതിൻ്റെ സൂചി മറച്ചിട്ടിട്ടുണ്ടാവും, അത് കാരണമാണെന്ന് പറഞ്ഞു, നൂല് പിടിക്കാത്തത്. അപ്പം അങ്ങനെ ഇന്ന് ആദ്യത്തിനെ കൊണ്ടും ഇന്ന് ആദ്യത്തിൻ്റെ ആവശ്യമാണല്ലോ, ആദ്യത്തിനെ കൊണ്ട് അടുത്ത് ഇരുത്തി അങ്ങനെ അവൻ തന്നെ റെഡിയാക്കി വെച്ച് തന്നു. ഞാൻ പിന്നെ ഫിറ്റ് ചെയ്ത് നൂല് കോർത്ത് ചെയ്തപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഒരു ജുബ്ബയും ശരിയാക്കാണ്ടായിരുന്നു, ആദ്യത്തിൻ്റെ ജുബ്ബയും ശരിയാക്കാണ്ടായിരുന്നു. രണ്ടും തയ്ച്ച് റെഡിയാക്കി. എനിക്ക് കുറച്ച് ചുരിദാറുകളൊക്കെ റെഡിയാക്കാനുണ്ട്, പക്ഷെ ഇനിയിപ്പോൾ സമയമില്ല, എഡിറ്റിംഗ് കൂടിയുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ ഉടനെ എഴുന്നേറ്റു. പിന്നെ ഇന്നലെ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നു, വേഗം മടക്കി വെച്ച്. തുണികൾ കൂട്ടിയിടുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. ഒരു വിശേഷം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. തുണികൾ മുഷിഞ്ഞതായാലും ഉണങ്ങിയതായാലും കൂട്ടി വയ്ക്കാതെ അപ്പം തന്നെ മടക്കി വയ്ക്കുക, പിന്നെ അടുത്തത് വേഗം കഴുകിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതൽ കഴുകിയിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിലിട്ട് ഉണങ്ങും, പക്ഷെ മഴ പെയ്താൽ പെട്ടൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ ഇവിടെ വെട്ടുകാട് എന്താ പറയുക, ഈ 16 ആൾ കൂടി കളിക്കുന്ന തിരുവാതിരക്കളി പോലെ, തിരുവാതിരക്കളി എന്നല്ല പറയുന്നത്, വേറെ എന്തോ പേരുണ്ട്, അതുണ്ട്. അതുപോലെ കുമ്മാട്ടി ഉണ്ട്, അതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുമ്മാട്ടി കണ്ടിട്ടില്ല, ആ ഡാൻസും ഇതുവരെയും നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ബസ്സിൽ പോണ ഒരു കുട്ടി കൂടെ ഉണ്ട്, ആ കുട്ടി ഉണ്ട്. അപ്പോൾ വന്നോളോ 3-ാം തീയതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ, ചേച്ചി വന്നോളോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ആ കളിയും കാണാം. പിന്നെ വേഗം തുണികളൊക്കെ മടക്കി വെച്ച് പിള്ളേരുടെ മുകളിൽ തന്നെ വെച്ച് അവിടെ മടക്കി അവിടെ തന്നെ വെച്ച് അവരോട് അലമാരിൽ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു.
ശ്രീകുട്ടൻ എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സുകളും ചേട്ടൻ്റെ ഡ്രസ്സുകളും ഇവിടുത്തെ അലമാരിൽ കൊണ്ടുവച്ചു. അലമാരിക്ക് നിറഞ്ഞു കേട്ടോ. ഇനി ഓണായിട്ട് എന്താ കുറേ പ്ലാനുകളാണ്, കുറേ പണികൾ. ശരിക്കും പറയാ വെച്ചാൽ 3 ദിവസം പ്രാവശ്യം മുടക്കുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. തിരുവോണം പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ജോലികൾ ചെയ്യില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം തുടങ്ങി 2 ദിവസമല്ലേ കിട്ടുള്ളൂ. എന്നാലും പരമാവധി ജോലികൾ കുറേ എന്താ പറയുക, കുറേ ഐഡിയകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം മുടക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറേ പണികൾ ആലോചിച്ച് എടുക്കാനുണ്ടാവില്ല. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സാണ്. സെറ്റ് മുണ്ട് എടുക്കണോ ചുരിദാർ ഇടണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ കേട്ടോ. സെറ്റ് മുണ്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസമുള്ള പകിട്ട് കുറയോ എന്നുള്ള ആലോചിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച് ചുരിദാറിനെ ആക്കി. ഉത്രാടത്തിനാണ് സെലിബ്രേഷൻ വരിക ഓഫീസിൽ. അങ്ങനെ തുണികൾ മടക്കിയൊക്കെ കഴിഞ്ഞു. കറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലത്തെ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് പിന്നെ അത് മതി. എന്ന് വെച്ചാൽ പിന്നെ ചെയ്യാൻ പോണ്ട എളുപ്പപ്പണി പരിപ്പ് കുത്തിയാച്ചില്ല. അത് അമ്മ കഴിക്കില്ല, ഗ്യാസാന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പം അത് കാരണം അമ്മ കറി കൂട്ടി ചോറുണ്ട് കിടന്നു, നേരത്തെ കിടക്കും. ചേട്ടൻ്റെ അവിടെ മൊബൈൽ നോക്കി ഇരിപ്പാണ്. അടുത്ത ആള്. പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ചേട്ടൻ കുറച്ചൊക്കെ മേടിച്ചോണ്ട് അപ്പോൾ ആദിത്യൻ ഇട്ട് നോക്കി ഷോർക്കാൻ വന്ന് നിൽക്കണം കേട്ടോ. കുഴപ്പമില്ല, പൊന്തി നിൽക്കണതായ കാരണം. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ പിന്നെ വന്ന് കണ്ടിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പോയി. ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ ചേട്ടൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കണത്. അടപ്രഥമൻ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചേട്ടന് പരിപ്പ് പായസം അറിഞ്ഞു, പക്ഷേ എനിക്ക് കുറേ നാളായിട്ട് എന്തോ അടപ്രഥമൻ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ അടപ്രഥമനുള്ള സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ പാലടയ്ക്കുള്ള ചെറിയ അരിയട നോക്കി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയട നോക്കി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയ അരിയാണ്. പാലടയ്ക്കുള്ള അടയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. കൊണ്ടുവന്നാൽ ഭാഗ്യം. അങ്ങനെ പിന്നെ ഞാനത് എന്തിട്ടാവും നോക്കി കുരുമുളകൊക്കെ ആയിരുന്നു കേട്ടോ. കുരുമുളക്, ജീരകം, അങ്ങനെ ശർക്കര പായസത്തിനുള്ള അത്യാവശ്യം നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ, അല്ലാണ്ട് ഓണം എന്നുള്ള രീതിയിലൊന്നല്ല, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. സ്പെഷ്യലായിട്ട് ഞാൻ ആകെ മേടിപ്പിച്ചത് പായസത്തിനുള്ള സാധനങ്ങളാണ് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഇപ്പം അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഉപ്പേരിയൊക്കെ ചേട്ടൻ്റെ കടയിൽ നിന്ന് കിട്ടും. പിന്നെ പഴം വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പാല്, തൈര്, അങ്ങനത്തെ ഒക്കെ ഇതല്ലേ, അതൊക്കെ പിന്നെ തലേദിവസമല്ലേ. സാമ്പാർ കഷ്ണം കൂടി വാങ്ങിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓണം സെറ്റായി. പിള്ളേർക്കുള്ള ഓണക്കോടിയൊക്കെ ഇതേപോലെയൊക്കെ എടുത്ത് ചേട്ടന് തലേദിവസം അങ്ങനെ എടുക്കും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കടലയും പരിപ്പും ഗ്രീൻ പീസ് കടല ഇനി എന്തെങ്കിലും കുറുമക്കറിക്ക് ഉണ്ടാക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ പീസ് കടലയും കൂടി മേടിച്ച് വെച്ചു. കടല ഇവിടെ വലിയ ഓട്ടം ഇല്ല, എന്നാലും ഉപ്പേരി പോലെ എന്താ പറയുക വെച്ചാൽ കട്ടൻ ചായക്ക് കുടിക്കാൻ നമ്മൾ വെക്കില്ലേ, അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കടല ചിലവാകും, അല്ലാണ്ട് മസാലക്കറി ഒന്നും ചിലവാവില്ല. അപ്പം അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ കൊണ്ടുവന്നിട്ടു കേട്ടോ, നമ്മുടെ തട്ടിൽ കൊണ്ടുവന്നിട്ടു. ശർക്കരയും ഇതൊക്കെ പിന്നെ ഞാനൊരു ബക്കറ്റിലാക്കി എടുത്തു വെച്ചു. പായസത്തിന് നേരത്തെ നമുക്ക് കുപ്പിയിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും പായസം വെക്കാൻ 2 ദിവസത്തിലുള്ള ആവശ്യമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ശർക്കരയൊന്നും കുപ്പിയിലാക്കില്ല, ഇത് മാത്രം കുപ്പിയിലാക്കി ഇത് സ്റ്റാൻഡിൻ്റെ കൊണ്ടുവച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ ചെയ്ത് വെച്ചു. കറി വയ്ക്കാനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വയ്ക്കലും ചോറ് വയ്ക്കലും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമാണ്, എഡിറ്റിംഗ് ആണ് കേട്ടോ നമുക്ക്. അപ്പോൾ കൂട്ടുകാരുടെ ഓണമൊക്കെ എവിടെ വരെയായി? ഓണക്കോടിയൊക്കെ എടുത്തോ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഹാപ്പിയാണോ എല്ലാവരും? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. ഇനി വെള്ളിയാഴ്ച രാവിലെ വരെ